ഇന്ത്യയിലെ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നുണ്ട്. ചൈനയിലെ വിവരങ്ങൾ കൃത്യമായി അറിയിക്കുന്നുണ്ട്. ചൈനയിൽ ഹ്യൂമൻ മെറ്റാന്യൂമ വൈറസ് രോഗബാധ റിപ്പോർട്ട് ചെയ്തതിനു പിന്നാലെ ഇന്നലെ ഇന്ത്യയിലും റിപ്പോർട്ട് ചെയ്തു. ബംഗളൂരുവിൽ 2, ചെന്നൈയിൽ 2, അഹമ്മദാബാദിലും കൊൽക്കത്തയിലും 1 വീതമാണ് രോഗബാധ. യലഹങ്കയിലെ ബാപ്റ്റിസ്റ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയ 8ഉം 3ഉം മാസം പ്രായമുള്ള ആൺകുഞ്ഞിനും പെൺകുഞ്ഞിനുമാണ് രോഗബാധ ആദ്യം കണ്ടെത്തിയത്. ബ്രോങ്കോ ന്യൂമോണിയ ബാധിച്ച 3 മാസം പ്രായമുള്ള പെൺകുഞ്ഞിന് കഴിഞ്ഞയാഴ്ചയാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. അഡ്മിറ്റ് ചെയ്ത് കുഞ്ഞിന്റെ സാമ്പിളുകൾ പരിശോധിച്ചു. രോഗം ഭേദമായ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത ശേഷമാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ചെന്നൈയിലെ ഗിണ്ടി, തേനാംപേട്ട എന്നിവിടങ്ങളിൽ ചികിത്സ തേടിയ 2 കുട്ടികൾക്കാണ് രോഗബാധ. കൊൽക്കത്തയിൽ 5 മാസം പ്രായമുള്ള കുഞ്ഞിനും രോഗബാധ സ്ഥിരീകരിച്ചു. അഹമ്മദാബാദിലെ ചാദ്ഖേഡയിൽ രോഗബാധ കണ്ടെത്തിയത് 5 മാസം പ്രായമുള്ള കുഞ്ഞിനാണ്. 2001 കണ്ടെത്തിയ വൈറസാണെങ്കിലും HMPVക്കായി പ്രത്യേക പരിശോധനകൾ നടന്നിട്ടില്ല. കോവിഡ് പോലെ പുതിയൊരു വൈറസ് അല്ല HMPV. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ICMR അറിയിച്ചു. സാധാരണ ജലദോഷപ്പനിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്ന ഈ വൈറസ് അപൂർവം കേസുകളിൽ മാത്രമാണ് ഗുരുതരമാകുന്നത്. ചൈനയിൽ രോഗബാധ കണ്ടെത്തിയതോടെ ഇന്ത്യ അടക്കമുള്ള മറ്റു രാജ്യങ്ങളിലും പരിശോധനകൾ ശക്തമാക്കി. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.